ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈമുനാസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഉലുവയ്ക്ക് ഒന്ന് പൊട്ടുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവെന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഈ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചേർത്തിട്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തിട്ട് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 തക്കാളി ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജ്യൂസും കൂടെ ചേർത്തിട്ട് ഞാൻ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി കിട്ടണം. അതിനുവേണ്ടി ലേശം നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തക്കാളി ജ്യൂസാക്കി കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറിക്ക് കുറച്ചും കൂടെ ഗ്രേവി കൂടുതൽ കിട്ടും. നമ്മൾ കുറച്ച് തേങ്ങ അരക്കാതെ തന്നെ നമുക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കറി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളെല്ലാം ചേർത്ത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. അപ്പോൾ ഞാനിവിടെ വാളംപുളി കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുടംപുളി ചേർക്കുന്നവർക്ക് കുടംപുളി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുതിർത്ത് പിഴിഞ്ഞ ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് തിളക്കുന്നത് വരെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല മീഡിയം സൈസിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഷായ അയില കൊണ്ട് കറി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയിലക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.